ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ നമ്മൾ ബ്ലാക്ക് തണ്ടറിൽ പോയി എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 4 PM അവിടുന്ന് പോന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ മേട്ടുപ്പാളയത്ത് തന്നെയുള്ള ബ്ലാക്ക് തണ്ടറിൻ്റെ തന്നെ റിസോർട്ടായിട്ടുള്ള അവാന റിസോർട്ടാണ് ചൂസ് ചെയ്തത്. ഇവിടെ നല്ല വിശാലമായ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടും ഷട്ടിൽ കോർട്ടും ഉണ്ടായിരുന്നു. സോ കുറച്ച് നേരം ഞങ്ങൾ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്. ഇവിടെ നമുക്ക് ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിംസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മോർണിംഗ് സെക്ഷനിൽ ഫിഷിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. സോ നമുക്ക് ഫിഷിങ്ങിന് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അവരോട് പറഞ്ഞിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് തരും അവർ. ഇൻഡോർ ഗെയിംസിലും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസുകളുണ്ട്. ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്സ്, അങ്ങനെ കുറച്ച് ഗെയിംസുകൾ. അങ്ങനെ രാത്രിയായി ഗായ്സ്. രാത്രിയിൽ നമ്മൾ റിസോർട്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല ഗായ്സ്. ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം നൈറ്റിൽ ഞങ്ങൾ കുറച്ച് അവിടെയൊക്കെ ഒന്ന് നടന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് റൂമിലേക്ക് പോയത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ മോർണിംഗ് വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. 11 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. നമ്മുടെ ഈ ട്രിപ്പിലെ രണ്ടാമത് നമ്മൾ പോകുന്ന സ്ഥലം ഊട്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ അങ്ങനെ ഇപ്പോൾ അത്ര വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊരു കൂളിങ് അങ്ങനത്തെ ഒരു തണുപ്പുള്ളൂ. കാരണം ഇപ്പോൾ നല്ല ചൂടുകാലമാണല്ലോ, അതുകൊണ്ട് തണുപ്പ് മറ്റുള്ള സമയത്തിനെ അപേക്ഷിച്ച് കുറവാണ്. ഈ ഐ ലവ് ഊട്ടി എന്ന് പറയുന്നത് ഫുള്ളും നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ മലകളുടെ മുകളിൽ കാണുന്ന മഞ്ഞ നിറമാണ് ഊട്ടിപ്പൂക്കൾ. പിന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റിൽ പോയി. അപ്പോൾ ഗായ്സ്, നമ്മുടെ വെക്കേഷൻ 2 ഡേ ട്രിപ്പ് ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.